യാ മോനെ, ഇത് താണ്ട ബ്രസീൽ. പരാഗയ്ക്കെതിരെയുള്ള ബ്രസീലിന്റെ കളി കണ്ട ഏതൊരു ബ്രസീൽ ആരെന്നെങ്കിലും പറയും ഇത് ബ്രസീലിന്റെ തിരിച്ചുവരവാണെന്ന്. അമ്മാതിരി പ്രകടനമായിരുന്നു ബ്രസീൽ പുറത്തെടുത്തത്. 4-1 എന്ന ഉജ്ജ്വല വിജയത്തോടൊപ്പം എടുത്തു പറയേണ്ടത് വിനീഷ്യസിന്റെ പ്രകടനം കൂടിയാണ്. റയലിന്റെ ജേഴ്സി ഇട്ടാൽ മാത്രമേ വിനീഷ്യസ് മികച്ച പ്രകടനം നടത്തൂ എന്നൊക്കെ പറഞ്ഞ് പലരും വിനീഷ്യസിനെ പരിഹസിച്ചിരുന്നു. അവർക്കുള്ള മറുപടിയാണ് വിനീഷ്യസ് ഈ കളിയിൽ നേടിയ 2 തകർപ്പൻ ഗോളുകൾ. കോസ്റ്റാർക്കയുടെ ഡിഫൻസീവ് ഫുട്ബോളിനെ മറികടക്കാൻ സാധിക്കാതിരുന്ന ബ്രസീലിനെ പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ പരാഗയുടെ അറ്റാക്കിംഗ് ഫുട്ബോൾ ബ്രസീലിന് ഒരുപാട് ഗുണം ചെയ്തു. പക്വേറ്റ് ആദ്യം കിട്ടിയ പെനാൽറ്റി പാഴാക്കിയെങ്കിലും രണ്ടാമത് കിട്ടിയ പെനാൽറ്റി ഊർജ്ജം കുറയാതെ തന്നെ അദ്ദേഹം വലയിലാക്കി. ഇതുപോലൊരു ബ്രസീലിന്റെ പ്രകടനത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരുന്നത്. 2 മികച്ച മാറ്റങ്ങളുമായാണ് ഡൊറിവലിന്റെ ബ്രസീൽ ഇന്ന് കളത്തിലിറങ്ങിയത്. ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് വെണ്ടലും റൈറ്റ് വിങ്ങിൽ സാവിയും വന്നതോടുകൂടി ബ്രസീലിന്റെ അറ്റാക്കിംഗ് രീതി ഒരുപാട് മെച്ചപ്പെട്ടു. ഇടത് വിങ്ങിലൂടെയുള്ള വിനീഷ്യസിന്റെ പല നീക്കങ്ങളും കയ്യടി അർഹിക്കുന്നതാണ്. ഇതുപോലൊരു പ്രകടനം വിനീഷ്യസ് മുമ്പൊന്നും ബ്രസീലിൽ കാഴ്ചവെച്ചിട്ടില്ല. ഈ വിജയത്തോടെ 4 പോയിന്റുമായി ബ്രസീൽ ക്വാർട്ടർ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്ത മത്സരം കൊളംബിയയുമായി ജയിച്ചാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീലിന് ക്വാർട്ടറിലെത്താം. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം തീപാറുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.